ലോകരാഷ്ട്രങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കലുഷിതമായ ചർച്ചകൾക്ക് വഴിതെളിച്ച ഒരു പ്രസ്താവനയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. യുദ്ധം 20 ദിവസം നീണ്ടെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യം ഇല്ലാതാവുമായിരുന്നു. ഈ വാക്കുകൾ നിസ്സാരമായി കാണാനാവാത്തവയാണ്. പ്രഗത്ഭനായ നയതന്ത്രജ്ഞനും തുർക്കിയിലും ഉസ്ബെക്കിസ്ഥാനിലും അംബാസഡറായിരുന്ന MK ഭദ്രകുമാറാണ് ഈ അതീവ ഗുരുതരമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ യഥാർത്ഥ ചിത്രം, അതിന്റെ പ്രത്യാഘാതങ്ങൾ, ഒപ്പം ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങളിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും പതിറ്റാണ്ടുകളുടെ നയതന്ത്ര പരിചയവുമുള്ള MK ഭദ്രകുമാർ വിവിധ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ സ്ഥിരമായി ലേഖനങ്ങൾ എഴുതാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ നിരീക്ഷണവും ലോകരാഷ്ട്രീയത്തിലെ സൂക്ഷ്മമായ ചലനങ്ങളെ അടയാളപ്പെടുത്തുന്നവയാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വിശകലനത്തിന് പ്രത്യേക പ്രസക്തിയുണ്ട്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അത് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയം ലോകമെമ്പാടുമുണ്ടായിരുന്നു. എന്നാൽ യുദ്ധം 20 ദിവസം നീണ്ടിരുന്നെങ്കിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യുമായിരുന്നുവെന്ന ഭദ്രകുമാറിന്റെ വാക്കുകൾ ഈ സംഘർഷത്തിന്റെ ആഴവും വ്യാപ്തിയും എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ലോകമാധ്യമങ്ങൾ ഇറാനെ ഒരു ഭീകര രാജ്യമായിട്ടോ പാശ്ചാത്യ ഉപരോധങ്ങളാൽ തളർന്ന രാജ്യമായിട്ടോ ആണ് ചിത്രീകരിക്കാറ്. എന്നാൽ MK ഭദ്രകുമാർ ഇറാന്റെ യഥാർത്ഥ ശക്തിയും പ്രാധാന്യവും എടുത്തു പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇറാൻ. ഏതാണ്ട് 10 കോടിയാണ് അവരുടെ ജനസംഖ്യ. ഇത് അവർക്ക് വലിയൊരു മാനവ വിഭവശേഷി നൽകുന്നുമുണ്ട്. ഏതൊരു യുദ്ധത്തിലും മനുഷ്യശക്തിക്ക് വലിയ പങ്കുണ്ട്. പെട്രോളിയം, പാചകവാതകം, പ്രകൃതി വിഭവങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ വിഭവങ്ങളുമുണ്ട് ഇറാനിൽ. ഇത് അവർക്ക് സാമ്പത്തിക ഭദ്രത നൽകുകയും ബാഹ്യ സഹായമില്ലാതെ സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. എണ്ണ സമ്പത്ത് പലപ്പോഴും ഒരു രാജ്യത്തിന് ലോകവേദിയിൽ വലിയ വിലപേശൽ ശേഷി നൽകുന്നുണ്ട്. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിശക്തമായ കാർഷിക മേഖല ഇറാനുണ്ട്. ഭക്ഷണ കാര്യത്തിൽ അവർ സ്വയം പര്യാപ്തമാണ്. യുദ്ധകാലത്ത് ഭക്ഷണ ലഭ്യത ഒരു പ്രധാന വെല്ലുവിളിയാകാറുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർക്ക് ആശങ്കപ്പെടേണ്ടതില്ല. വിദ്യാഭ്യാസവും ഗവേഷണവും ഇതിൽ പ്രധാന പങ്കുവയ്ക്കുന്നു. വിദ്യാസമ്പന്നരായ ജനങ്ങളാണ് ഇറാനിലുള്ളത്. പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഗവേഷണ രംഗത്ത് അവർ വളരെ മുന്നിലാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമായി വികസിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ ഈ ശക്തിയെ അവഗണിക്കുകയാണ്. എന്നാൽ അവർക്ക് പരസഹായമില്ലാതെ സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇസ്രയേലിന്റെ സ്വൈരം കെടുത്തിയ അവരുടെ ആയുധങ്ങൾ. അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഇറാൻ ഒരു ദുർബല രാജ്യമല്ലെന്നും മറിച്ച് പശ്ചിമേഷ്യയിലെ ഒരു അനിഷേധ്യ ശക്തിയാണെന്നും വ്യക്തമാകുന്നുണ്ട്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഒരു ചെറിയ പ്രകോപനം മാത്രമായിരുന്നില്ല. അത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കുകയും അവരുടെ ദുർബലതകളെ തുറന്നു കാട്ടുകയും ചെയ്യുന്ന ഒന്നായിരുന്നു. MK ഭദ്രകുമാർ പറയുന്നത്, ഈ യുദ്ധം കൂടുതൽ നീണ്ടിരുന്നെങ്കിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നു എന്നാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. മിസൈൽ ആക്രമണങ്ങളുടെ തീവ്രതയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രയേലിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും. 20 ദിവസത്തേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടന്നിരുന്നെങ്കിൽ ഇസ്രയേലിന്റെ നഗരങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ നാശം സംഭവിക്കുമായിരുന്നു. ഇസ്രയേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണെങ്കിലും തുടർച്ചയായ ആക്രമണങ്ങളെ ഒരു പരിധിവരെ മാത്രമേ തടയാൻ സാധിക്കൂ. ആയിരക്കണക്കിന് മിസൈലുകൾ ഒരുമിച്ച് വന്നാൽ അവയെല്ലാം തടയാൻ അയൺ ഡോമിന് കഴിയില്ല. കൂടാതെ ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ട്. ഒരു യുദ്ധം നീണ്ടുപോകുമ്പോൾ സൈനികർക്കും സാധാരണക്കാർക്കും വലിയ തോതിൽ ജീവൻ നഷ്ടപ്പെടും. ഇത് ഇസ്രയേലിന്റെ ചെറിയ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. നീണ്ടു നിൽക്കുന്ന യുദ്ധം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഇസ്രയേലിന് അതിന്റെ പ്രതിരോധത്തിനായി വലിയ തുക ചെലവഴിക്കേണ്ടിയും വരും. ഇത് അവരുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. ഒരു നീണ്ട യുദ്ധം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കുറയ്ക്കാൻ ഇടയാക്കും. മനുഷ്യാവകാശ ലംഘനങ്ങളും സാധാരണക്കാരുടെ കഷ്ടപ്പാടുകളും വർദ്ധിക്കുമ്പോൾ ഇസ്രയേലിനുള്ള അന്താരാഷ്ട്ര പിന്തുണ കുറയും. ഇറാനുമായി ഒരു യുദ്ധം നീണ്ടുപോയിരുന്നെങ്കിൽ ലബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ് തുടങ്ങിയ മറ്റു ഗ്രൂപ്പുകളും അതിൽ പങ്കുചേരുമായിരുന്നു. ഇത് ഇസ്രയേലിന് ഒരു ബഹുമുഖ ആക്രമണത്തിലേക്ക് നയിക്കുമായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് MK ഭദ്രകുമാർ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ കുറിച്ച് തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ചും MK ഭദ്രകുമാർ വിമർശനാത്മകമായി സംസാരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. എണ്ണ ഇറക്കുമതിയുടെയും വലിയൊരു പ്രവാസി സമൂഹത്തിന്റെയും പേരിൽ ഈ മേഖല ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സമീപകാലത്ത് ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷം ചേർന്നുള്ള നയതന്ത്ര നിലപാടുകൾ ഇന്ത്യക്ക് ഗുണകരമല്ലാതെ വന്നേക്കാം. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിലോ ഇറാൻ സൗദി അറേബ്യൻ വിഷയങ്ങളിലോ വ്യക്തമായ നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കുന്നതിന് പകരം ചിലപ്പോൾ ഒരുപക്ഷം ചേരുന്നതായി ലോകം വ്യാഖ്യാനിച്ചേക്കാം. ഇറാനുമായി ഇന്ത്യക്ക് ദീർഘകാലമായി നല്ല ബന്ധമുണ്ട്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ കാരണം ആ ബന്ധത്തിൽ ചില വിള്ളലുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യ ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ കുറച്ചതും മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ചതും ഒരുപക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ
താൽപര്യങ്ങൾക്ക് വിരുദ്ധമായേക്കാം. പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായ ഇറാനെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിപരമല്ലെന്നും MK ഭദ്രകുമാർ പറയാതെ പറയുന്നുണ്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷം പശ്ചിമേഷ്യൻ മേഖലയുടെ സങ്കീർണത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ മേഖലയിലെ സമാധാനവും സ്ഥിരതയും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കും ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. പക്ഷം ചേരാതെ എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം നിലനിർത്തി സമാധാനപരമായ പരിഹാരങ്ങൾക്ക് മുൻകൈയെടുക്കാൻ ഇന്ത്യക്ക് കഴിയണം. MK ഭദ്രകുമാറിന്റെ നിരീക്ഷണങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറം ഓരോ രാജ്യത്തിന്റെയും ശക്തിയും ദുർബലതയും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇറാൻ ഒരു ശക്തമായ രാജ്യമാണെന്നും അവരെ അവഗണിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും അദ്ദേഹം അടിവരയിടുന്നുണ്ട്. അവസാനമായി യുദ്ധം ഒരു പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാനും ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. MK ഭദ്രകുമാറിനെ പോലുള്ള നയതന്ത്രജ്ഞരുടെ ഉൾക്കാഴ്ചകൾ ലോക നേതാക്കൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു വഴികാട്ടിയാകട്ടെ.